ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജീസ് കിച്ചൺസ്. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മന്തിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പട്ട, ഏലക്ക, പൂവ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മാഗി ക്യൂബ്സ് ആണ്. അപ്പോൾ ഇവിടെ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. 3, 4 ഒക്കെ ചേർക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് കുറച്ച് ചേർത്തെടുത്താൽ മതി. കൂടുതൽ മാഗി ക്യൂബ് ചേർക്കുന്ന സമയത്ത് ഉപ്പ് അതിലുണ്ടാകും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമേ വരുള്ളൂ. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചിക്കനിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1/2 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മന്തിയുടെ ഏകദേശം എല്ലാ ഭാഗവും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചും എക്സ്ട്രാ മസാലകളോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഈ ചിക്കനൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിൽ ഇത് നന്നായിട്ടൊന്ന് നിരത്തി വെക്കണം. കൂട്ടി വെക്കരുത്. എല്ലാ ചിക്കനും സെപ്പറേറ്റ് ആയി നിൽക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് നിരത്തി വെക്കാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ടിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ ചിക്കനും ഇതുപോലെ നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ വേവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയും കൂടെ വേവിച്ചെടുക്കാം. അരി വേവിക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് പട്ട, പൂവ്, ഏലക്ക, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതേപോലെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തത്. അരികൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അരി മുഴുവനായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം വേവാവുന്ന സമയത്ത് തന്നെ നമുക്ക് അരി എടുത്ത് വെക്കാം. ആ സമയമാകുമ്പോഴേക്ക് ചിക്കൻ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടാകും. നമുക്ക് ഈ ചിക്കനിൽ നിന്നും കുറച്ച് ഓയിലൊന്ന് മാറ്റി വെക്കാം. ഇത് റൈസിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ അതിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾക്ക് അരി വേവിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരി ഇവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. വേവിക്കുന്ന സമയത്ത് ഓയിൽ ചേർത്തത് കൊണ്ട് തന്നെ അരിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പരസ്പരം ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് ഈ ചിക്കനിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലുണ്ടല്ലോ, ആ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ പച്ചമുളക് വെച്ച് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് റൈസിലേക്ക് നമുക്ക് പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മന്തിയുടെ റൈസ് കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ കളറായിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മഞ്ഞ കളർ തന്നെ ചേർത്താൽ മതിയാവും. ഇനി ഈ മന്തിക്ക് ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കനലെടുത്തിട്ടുണ്ട്. ഈ കനലിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം അതുപോലെ മൂടി വെക്കണം. എന്നിട്ട് നമുക്ക് ഈ കനൽ ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മന്തിക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കനലെടുത്തിട്ടുള്ള പാത്രം ഇതിൽ നിന്നും മാറ്റി വെക്കാം.
ഇനി ഒരു 20 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ റൈസ് ചേർത്തത് മുതൽ തന്നെ ലോ ഫ്ലെയിമിലായിരുന്നു. ചിക്കൻ വേവിച്ചതെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നു. അധികം ഫ്ലെയിം കൂടിപ്പോയാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളുടെ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മന്തിയുടെ അതേ ഒരു സ്മെല്ലാണ് ഈ മന്തിക്കും വരുന്നത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ മന്തിയുടെ റൈസിലേക്ക് കളേഴ്സ് ചേർത്തത് കൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി എനിക്ക് എൻ്റെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. എൻ്റെ കുക്കിങ്ങിലെ റോൾ മോഡൽ എന്ന് പറഞ്ഞത് എൻ്റെ ആൻറ്റിയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇങ്ങനെ മന്തി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. പുതിയ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്